പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ശ്രദ്ധയോടെ മനസ്സിലാക്കി അത് പിൻപറ്റി ജീവിക്കുവാൻ ശ്രദ്ധ പുലർത്തണം. പലവിധ തിരക്കുകൾക്കും ആവശ്യങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും നിർബന്ധിതാവസ്ഥകൾക്കും ഇടയിൽ ഈ റബ്ബിൻ്റെ കാര്യവും റബ്ബിൻ്റെ വിധികളുടെ വിഷയവും ജീവിതാവസാനം ഈ റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരും എന്ന ബോധവും കൈവിട്ടു പോകാതിരിക്കാൻ ആവശ്യമായ കരുതൽ ഉണ്ടാവണം. അല്ലെങ്കിൽ അത് എന്നേക്കുമുള്ള ഖേദമായി, നഷ്ടമായി മാറും എന്നോർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സൂറത്തു ആൽ ഇംറാനിൽ 159-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉണർത്തുന്നുണ്ട്. ഇത് പലപ്പോഴും നമ്മുടെ സംഘടനാ സംബന്ധിയായ വിഷയങ്ങളുടെ സ്വഭാവത്തിൽ ക്ലാസുകളിലും പ്രഭാഷണങ്ങളിലും നമ്മൾ ഉദ്ധരിക്കാറുമുണ്ട്. ഫബിമ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഔദാര്യം ഒന്നുകൊണ്ട് മാത്രമാണ് താങ്കൾക്കവരോട് സൗമ്യതയിൽ സഹവസിക്കുവാൻ സാധിക്കുന്നത്, അനുകമ്പ കാണിക്കാൻ കഴിയുന്നത്, ദയയുടെയും വിട്ടുവീഴ്ചയുടെയും നിലപാട് സ്വീകരിക്കാൻ സാധിക്കുന്നത്. ഇനി കാര്യം അങ്ങനെയൊന്നും അല്ല എങ്കിൽ വലൗ കുന്ത ഫളൻ വലീൽ ഖൽബ്, താങ്കളൊരു പരുഷപ്രകൃതനും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ ലം ഫളു മിൻ ഹൗലിക്, താങ്കളുടെ ചുറ്റും ഉള്ള ആളുകൾ പിരിഞ്ഞുപോയെന്നെ, ഒഴിഞ്ഞുപോയെന്നെ. ഫഅഫു അൻഹും, അതുകൊണ്ട് എപ്പോഴും അവരോട് വിട്ടുവീഴ്ചയുടെ നിലപാട് സ്വീകരിക്കുക. വസ്തഗ്ഫിർ ലഹും, സാധാരണ ജനങ്ങളായതുകൊണ്ട് പല അബദ്ധങ്ങളും പലപ്പോഴായി പിണയും. അതൊക്കെ ചാർജ് ഷീറ്റാക്കി അവരെ പിന്നാലെ കൂടുന്നതിന് പകരം കഴിവതും പുറത്തു കൊടുക്കുക. വശാവിർഹും ഫിൽ അംർ, അവരോട് കൂടിയാലോചിച്ച് കൂടി ചെയ്ത കാര്യങ്ങളാണ് തിരിച്ചടികളായി മാറിയതെങ്കിലും മേലിലും അവരോട് കൂടിയാലോചന നടത്തുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ തവക്കുൽ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. ഉഹദ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ആയത്ത് അവതരിച്ചിട്ടുള്ളത് എന്ന് കാണാം. അങ്ങനെ ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഉഹദ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉഹദ് യുദ്ധം, അവിടെ ഉണ്ടായ സംഭവ വികാസങ്ങൾ, അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ, അതിലെ പ്രവാചകൻ്റെ നിലപാട് മാറ്റിക്കുന്ന വിധത്തിൽ അണികളിൽ നിന്നുണ്ടായ സമ്മർദ്ദം,
ആ സമ്മർദ്ദം മുഖവിലക്കെടുത്ത് നിലപാട് മാറ്റിയത് കൊണ്ട് യുദ്ധത്തിനുണ്ടായ തിരിച്ചടി, ഇതൊക്കെ വലിയ ചരിത്രമാണ്. അതൊന്നും പറയലിപ്പോൾ എൻ്റെ ഉദ്ദേശ്യമല്ല. ഏറെക്കുറെ നമ്മളെല്ലാവരും പലപ്പോഴായി അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലാകെ ഒരൊറ്റ വാചകത്തിൽ പറയാവുന്ന കാര്യം, ബദറിന് ശേഷം, വമ്പിച്ച വിജയമായ ബദറിന് ശേഷം ഇസ്ലാമിൻ്റെ സംസ്കാരം തന്നെ ഈ ശത്രുക്കളെ ഇങ്ങനെ തേടി നടക്കുക എന്നുള്ളതല്ല. അത് ബദറിൻ്റെ സന്ദർഭത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുണ്ട്. ലാ തമന്നൗ ലിഖാഅൽ അദുവ്. സംഘർഷങ്ങൾ ഉണ്ടാവണം, ഏറ്റുമുട്ടലുകൾ ഉണ്ടാകണം, യുദ്ധം ഒന്നിനു പിറകെ ഒന്നായിട്ട് നടക്കണം എന്നതാകരുത് നിങ്ങളുടെ നിലപാട്. പ്രവാചകൻ യുദ്ധം ചെയ്തിട്ടുള്ളത് യുദ്ധക്കൊതിയന്മാരായ ആ സമൂഹത്തിൻ്റെ യുദ്ധക്കൊതിക്ക് അറുതി വരുത്താനാണ്. യുദ്ധക്കൊതിക്ക് അറുതി വരുത്താൻ ഉപദേശം മതിയാക്കിക്കൊള്ളണമെന്നില്ല. അപ്പോൾ സ്വാഭാവികമായും വാളെടുക്കേണ്ടി വരും. വാളെടുത്തിട്ടുള്ളത് മനുഷ്യൻ്റെ ജീവന് വിലയില്ലാത്തത് കൊണ്ടല്ല, മനുഷ്യൻ്റെ ജീവന് വലിയ വില കൽപ്പിക്കുന്നത് കൊണ്ടാണ്. യുദ്ധത്തെക്കുറിച്ച് പറയായതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അപ്പുറം 2-3 വാചകങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് യുദ്ധം എന്ന് ആളുകൾ ചോദിക്കും. അവരെ ബാധിക്കുന്ന വിഷയം വരുമ്പോൾ കർക്കശമായ നിലപാടെടുക്കണം എന്ന് കരുതുന്നവരും റസൂലുള്ള എന്തിന് യുദ്ധം ചെയ്തു എന്ന കാര്യത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കും. അങ്ങനത്തെ ഒരു കാലത്തപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ബദറിന് ശേഷം ഉഹദ് എന്ന് പറയുന്നത് അവിടെ ചെന്ന്, അങ്ങോട്ട് ചെന്ന് ഖുറൈശികളുടെ സംഘം എവിടെയൊക്കെയാണോ ഉള്ളത് അവിടേക്ക് തേടി ചെന്ന് അവിടെ യുദ്ധം അവരുമായി ഏറ്റുമുട്ടണം എന്ന അഭിപ്രായമുള്ളവരുണ്ടായിരുന്നു. അവരെ തടയാൻ വേണ്ടിയിട്ട് ഉഹദിലേക്ക് നമ്മൾ അങ്ങോട്ട് പോകണം എന്ന് അഭിപ്രായമുള്ളവരുണ്ടായിരുന്നു. പ്രവാചകൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നമ്മൾ അങ്ങോട്ട് പോകണ്ട എന്നായിരുന്നു. അനുയായികളുമായി കൂടിയാലോചിച്ചപ്പോൾ വിശേഷിച്ച് ഇത്തരം വിഷയങ്ങളിലൊക്കെ അഭിപ്രായം പറയാൻ സാധ്യതയുള്ള ചുറുചുറുക്കും ഒക്കെയുള്ള ആളുകൾ അവരുടെ നിലപാട് കടുപ്പിച്ചു പറഞ്ഞു. അപ്പോൾ ഒരു കൂടിയാലോചന, അള്ളാഹുവിന് പ്രത്യേകിച്ചൊരു സ്റ്റാൻഡ് ഈ വിഷയത്തിൽ റസൂൽ എടുക്കണം എന്ന് തീരുമാനമില്ലാത്തതിനാൽ, തീരുമാനം ഉണ്ടെങ്കിൽ വഹി ഇറങ്ങും, അപ്പോൾ പിന്നെ അവിടെ പ്രശ്നം തീരും. കാരണം ഇത് അള്ളാഹിൻ്റെ റസൂലാണ്, വെറും ലീഡറല്ല. അപ്പോൾ അങ്ങനെ അള്ളാഹു പ്രത്യേകമായൊരു നിലപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കാത്തത് കൊണ്ട് ആവട്ടെ, അവരുടെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കത്തുപോയി യുദ്ധ സന്നാഹങ്ങൾ ഒരുക്കി പടയങ്കിയൊക്കെ അണിഞ്ഞ് വരാൻ പോയപ്പോൾ റസൂലുള്ളയുടെ അതേ അഭിപ്രായത്തോട് സമാനമായ അഭിപ്രായമുള്ളവർ മറ്റുള്ളവരെ ഗുണദോഷിച്ചു. സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാവുമല്ലോ. റസൂലുള്ളാന്റെ മുമ്പിൽ വെച്ചിട്ട് തർക്കിക്കണത് ശരിയല്ല എന്ന് വിചാരിച്ച് മിണ്ടാതിരുന്നവരൊക്കെ റസൂലുള്ള അകത്ത് പോയപ്പോൾ അവരോട് പരസ്പരം അവർ ആശയവിനിമയം നടത്തി. അപ്പോൾ ഉഹദിലേക്ക് പുറപ്പെടലാണ് നല്ലത് എന്ന അഭിപ്രായക്കാർക്കും, എന്നാൽ പിന്നെ അങ്ങനെയാണ് ഇവരൊക്കെ പറഞ്ഞതെങ്കിൽ പോകണ്ട എന്ന അഭിപ്രായമായി. റസൂലുള്ള വന്നപ്പോൾ അത് അവർ പ്രകടിപ്പിച്ചു. യുദ്ധത്തിന് വേണ്ടിയിട്ട് പടയങ്കി അണിഞ്ഞ ശേഷം അത് സ്വമേധയാ അഴിച്ചുവെക്കുക എന്നത് ഒരു പ്രവാചകന് ഭൂഷണമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനോട് പ്രതികരിച്ചു. സ്വാഭാവികമായിട്ടും അവർ യുദ്ധത്തിന് പോകാൻ നിർബന്ധിതരായി. അങ്ങനെ ഉഹുദിൽ പോയി യുദ്ധം നടത്തി. കഥ അല്ലെങ്കിൽ ചരിത്രം നിങ്ങൾക്കറിയാം. വമ്പിച്ച തിരിച്ചടികൾ അവിടെ ഇസ്ലാമിക സമൂഹം പല കാരണങ്ങളാൽ നേരിട്ടു. ഒരു വേള പ്രവാചകന്റെ ജീവൻ തന്നെ അപകടപ്പെട്ടു എന്ന അവസ്ഥയോളം എന്ന ഒരു കിംവദന്തി പ്രചരിക്കപ്പെടാൻ പറ്റുന്ന സാഹചര്യത്തോളം കാര്യങ്ങളെത്തി. ഇതിനെ പറ്റിയൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതൊരു വിസ്തരിച്ച ചരിത്രമാണ്. അതിലേക്ക് പോകൽ ഇപ്പോൾ എൻ്റെ ഉദ്ദേശമല്ല. ഞാനിപ്പോൾ ഈ ആയത്തുകൾ നിങ്ങളുടെ മുമ്പിൽ ഓതിയത്, നമ്മൾ മനുഷ്യരെല്ലാവരും സാമൂഹ്യ ജീവിതം നയിക്കുന്നവരാണ്. ഒറ്റക്ക് ജീവിക്കുക നമുക്ക് സാധ്യമല്ല, ഒരാളെയും അവലംബിക്കാതെ. മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണത്. അത് മനുഷ്യൻ്റെ ശക്തിയുമാണ്, അത് മനുഷ്യൻ്റെ ദൗർബല്യത്തിൻ്റെ അടയാളവുമാണ്. ഒരാൾക്ക് ഒറ്റക്ക് ജീവിക്കാൻ സാധ്യമല്ല എന്നുള്ളത്. അപ്പോൾ ഏതെങ്കിലും അർത്ഥത്തിലുള്ള പലതരത്തിലുള്ള കൂട്ടായ്മകൾ നമുക്ക് ആവശ്യമായിട്ട് വരും. പല സംരംഭങ്ങളും വേണ്ടി വരും. നമ്മൾ പലതരത്തിലുള്ള ചുമതലകളിലും ഉത്തരവാദിത്തങ്ങളിലും ഏൽപ്പിക്കപ്പെടും.
രാജ്യത്തിൻ്റെ ലീഡർഷിപ്പ് തന്നെ ചുമലിൽ വന്ന് ചേരുന്ന അത്രയും വലിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് എടുത്തെറിയപ്പെടുന്നവരുണ്ടാകും. ചെറിയ ചെറിയ ചുമതലകൾ വന്നു ചേരുന്നവരുമുണ്ടാകും. ഏതവസ്ഥയിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ അറിയിച്ചതുപോലെ കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതി. നമ്മളിലെ ഓരോരുത്തരും ഭരണാധികാരികളാണ്, ഓരോരുത്തരും കൈകാര്യകർത്താക്കളാണ്. നമ്മളുടെ ആ കൈകാര്യകർത്തൃത്വത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും. ഓ സുൽത്താനു റായിൻ, ഭരണാധികാരി ഇമാം, അദ്ദേഹം ജനങ്ങളുടെ ഭരണാധികാരി എന്ന നിലക്ക് ഫൗവ മസ്ഊലുൻ അൻ റഅയ്യതി, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആളുകളെ എങ്ങനെ അദ്ദേഹം കൈകാര്യം ചെയ്തു എന്നതിനെ സംബന്ധിച്ച കണക്ക് കൂടി അവതരിപ്പിക്കാതെ അദ്ദേഹം സ്വന്തം നിലക്കൽ ചെയ്ത ഇബാദത്തിൻ്റെ കണക്ക് മാത്രം നോക്കിയിട്ട്, അല്ലെങ്കിൽ ഇത്താഴത്തിൻ്റെ കണക്ക് മാത്രം നോക്കിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹവും റബ്ബും മാത്രമുള്ള ഇടപാടുകളെ പരിശോധിച്ച് അദ്ദേഹം പാസ്സായി പോകില്ല. പകരം അദ്ദേഹത്തിൻ്റെ കീഴിലുള്ളവരോട് എങ്ങനെ പെരുമാറി എന്നതിൻ്റെ കണക്ക് കൂടി നോക്കപ്പെടും. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിസ്തരിച്ച് പറഞ്ഞു. അതായത് ഓരോ മനുഷ്യൻ്റെ ഒരാളുടെ ധനം സംരക്ഷിക്കാൻ ഖാദിം എന്ന നിലയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടയാൾ, നമ്മളുടെ വീടും മുതലും സംരക്ഷിക്കാൻ, മക്കളെയും സംരക്ഷിക്കാൻ കുടുംബിനി എന്ന നിലയ്ക്ക് ചുമതലപ്പെടുത്തപ്പെട്ടയാൾ, ആ കുടുംബിനിയെ ഉൾപ്പെടെ കുടുംബത്തിൻ്റെ സംരക്ഷണം ഏൽപ്പിക്കപ്പെട്ട കുടുംബനാഥൻ. ഹദീസിൻ്റെ ആശയത്തിൽ തുടർച്ചയിൽ അതൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകില്ല. അതെന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഓരോ തലത്തിലുമുള്ളവരെ എടുത്തു പറഞ്ഞിട്ടാണ്. കുല്ലുക്കും റായിൻ, നിങ്ങളൊക്കെ കൈകാര്യകർത്താക്കളാണ്. ഈ ആയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരു ലേശം സമയം നമ്മളെ ഒന്ന് പരിശോധിക്കണം. അത്രയേ ഇപ്പോൾ ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. നമ്മളെങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? നമ്മൾ ചിലപ്പോൾ കച്ചവട സ്ഥാപനം നടത്തുന്നവരായിരിക്കും. അപ്പോൾ സ്റ്റാഫോ സഹപ്രവർത്തകരോ ആയിട്ട് കച്ചവടത്തിൽ ഷെയറുള്ളവരുണ്ടാകും, അല്ലെങ്കിൽ നമ്മളുടെ മുതലിൽ നമ്മൾ കച്ചവടം നടത്തുമ്പോൾ നമ്മൾ ജോലിക്ക് വെച്ചവരുണ്ടാകും. നമ്മളൊരു കുടുംബനാഥനാണെങ്കിൽ നമ്മുടെ ഇണയും മക്കളും മരുമക്കളോ അങ്ങനെ കുടുംബത്തിൻ്റെ വലുപ്പമനുസരിച്ച് ആ സ്വഭാവത്തിലുള്ളവരുണ്ടാകും. 3 പേര് ഒരിടത്തേക്ക് ഒരു യാത്ര പോകുമ്പോൾ, വിശ്വാസികളായ 3 പേര് ഒരുമിച്ച് ഒരിടത്തേക്ക് ഒരു യാത്ര പുറപ്പെടുമ്പോൾ അതിൽ ഒരാളെ നിങ്ങൾ അമീറായിട്ട് നിശ്ചയിക്കണം. 3 പേര് 3 വഴിക്ക് തോന്നിയ പോലെ പുറപ്പെടരുത്. ആ ചെറു സംഘത്തിന് ഒരാളെ അമീറായിട്ട് നിശ്ചയിക്കണം എന്ന് ഹദീസിലുണ്ട്. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും, നിങ്ങൾ അള്ളാഹുവിനനുസരിക്കണം, റസൂലിനനുസരിക്കണം. അള്ളാഹുവിനും റസൂലിനുമുള്ള അനുസരണത്തിൻ്റെ പദ്ധതി ഫലപ്രദമാകണമെങ്കിൽ നിങ്ങളുടെ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം. ആരും ആരെയും അനുസരിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സംരംഭവും നടത്താൻ കഴിയില്ല. അപ്പോൾ സാമൂഹിക ജീവിതത്തിൽ അള്ളാഹുവിനും റസൂലിനുമുള്ള അനുസരണത്തിന് വിധേയമായി ഒരുപാട് അനുസരണങ്ങൾ വേണ്ടി വരും. അപ്പോൾ നമ്മളൊരു കമ്മിറ്റിയാണെങ്കിൽ ആ കമ്മിറ്റിയിൽ കുറച്ച് അംഗങ്ങളുണ്ടാകും. പ്രസിഡന്റും സെക്രട്ടറിയും പോലെ അദ്ദേഹത്തിന് കീഴിൽ കുറച്ച് അംഗങ്ങളുണ്ടാകും. അപ്പോൾ ഏത് സ്വഭാവത്തിലാണെങ്കിലും നിങ്ങൾ നോക്കൂ, ഒരു 1.5 ദിവസമോ 1 ദിവസമോ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണെങ്കിൽ അതിനൊരു കൺവീനറോ ഒരു ചുമതലപ്പെട്ട ആളോ ഉണ്ടാകും. ക്ലബ്ബുകൾക്കും സൊസൈറ്റികൾക്കും ഒക്കെ ഉത്തരവാദിത്തങ്ങളുള്ളവരുണ്ടാകും. വിശ്വാസിയായ ആൾ സാമൂഹ്യ ജീവിതം നയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ അദ്ദേഹം ലീഡർഷിപ്പ് പോസ്റ്റിൽ വരികയും ചുമതലപ്പെടുത്തപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട അതിൻ്റെ നേതാവിൻ്റെ തന്നെ തലത്തിൽ വരികയും അദ്ദേഹത്തിൻ്റെ കീഴിൽ അനുയായികൾ ഉണ്ടാവുകയും ചെയ്യും. കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതി. ഈ അവസ്ഥകളിലൊക്കെ നമ്മളുടെ കീഴിലുള്ളവരോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത്, എന്ത് സമീപനം സ്വീകരിച്ചു എന്നുള്ളത് നാളെ റബ്ബ് വിചാരണ ചെയ്യുമ്പോൾ ആ വിചാരണയുടെ കണക്കിൽ വരും എന്ന് നമ്മൾ കാണണം. ഇതൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ജീവിതം നോക്കുന്ന ഇത്തരം ഇടപാടുകളും വ്യവഹാരങ്ങളും കൊള്ളക്കൊടുക്കുകളും ബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും സാമ്പത്തിക ഇടപാടുകളും ഒക്കെ മാറ്റി നിർത്തിയിട്ട് വേറെന്തോ കുറേ കാര്യങ്ങൾ നോക്കി മാർക്കിട്ട് കൂലി കൊടുക്കുന്ന ഒരു നാഥനും, അങ്ങനെ കൂലി കൊടുക്കാൻ പറ്റിയ ഒരു ചെറിയ ആത്മീയതയുടെ സ്കീം എന്ന നിലക്കൊരു ദീനും, ആ ദീൻ ഒത്തൊപ്പിച്ച് കൊണ്ടുപോകുന്ന സ്വഭാവത്തിലുള്ള ഒരു ആരാധനയും ഒരു ആത്മീയതയും
ഇതൊക്കെയാണ് ഒരാൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അയാൾ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തന്നെ നിരാശപ്പെടും, അയാൾ ഇസ്ലാമിൻ്റെ കാര്യത്തിലും നിരാശപ്പെടും, അയാൾ ഏർപ്പെടുന്ന ഇബാദത്തുകളുടെ വിഷയത്തിലും നിരാശനായിരിക്കും. കാരണം മനുഷ്യ ജീവിതത്തെ ആഴത്തിൽ ഗ്രസിക്കാതെ, ആഴത്തിൽ പിടികൂടാതെ, അവൻ്റെ പുറമ്പോക്കിലെ ഏതോ ചില ചില്ലറ കാര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുന്നവനല്ല ഈ റബ്ബ് എന്ന് ഖുർആനിലേക്ക് കണ്ണ് തുറന്ന് നോക്കുന്ന ആദ്യ നോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെടും. എന്തെങ്കിലും മനുഷ്യ ജീവിതത്തിൻ്റെ പുറമ്പോക്കിലെ ചില്ലറ ഇടപാടുകൾ കൊണ്ട് തൃപ്തിപ്പെടുന്നവനല്ല ഈ റബ്ബ്. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ചില്ലറ ഇടപാടുകൾ കൊടുക്കാൻ ആവശ്യപ്പെടുന്നവനുമല്ല ഈ റബ്ബ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സർവസ്വവുമായിട്ട് നിന്നെ കാണുന്നു, ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നിലപാടുകളിലും ഏറ്റവും മുന്തിയ സ്ഥാനത്ത് നിന്നെ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് നിനക്ക് ഞങ്ങൾ ഇബാദത്ത് എടുക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായ അനുസരണവും മറഞ്ഞ വഴിക്കുള്ള സഹായാന്വേഷണവും അർത്ഥനയും ഈ റബ്ബിൻ്റെ മുമ്പിലേ പറ്റൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ ഇത് പിന്നെ ഈ അർത്ഥത്തിൽ ഒരു ജീവിതത്തെ വിശാലമായി കാണുന്ന ഒരു സത്യവിശ്വാസി, അവൻ്റെ ഓരോ അടക്കവും ഓരോ അനക്കവും, അവൻ്റെ ചെറുതും വലുതുമായ ഓരോ വ്യവഹാരങ്ങളും റബ്ബിൻ്റെ റിളയനുസരിച്ച്, തൃപ്തി അനുസരിച്ച് നിർവഹിക്കുന്നിടത്താണ് തൻ്റെ വിജയം എന്ന് മനസ്സിലാക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്തിൽ ധാരാളം അസ്വസ്ഥപ്പെടാനുണ്ട്. എന്താണ് അള്ളാഹു പറയുന്നത്? നമ്മളൊരു കുടുംബനാഥനാണ്, ഞാനൊരു കുടുംബം എന്ന് പറയുന്ന ഒരു സ്ഥാപനം എൻ്റെ ചുമലിൽ വന്നു ചേർന്നിരിക്കുകയാണ്. ആ ലീഡർഷിപ്പ് ഏറ്റെടുക്കണ്ടെന്ന് തീരുമാനിക്കാൻ എനിക്ക് പറ്റൂല. പ്രകൃതിപരമായ ഒരു മനുഷ്യൻ്റെ തേട്ടങ്ങളോട് അപ്പപ്പോ പ്രതികരിച്ച് മുന്നോട്ട് പോയവനാണ് ഒരാൾ എങ്കിൽ അയാളൊരു കുടുംബം എന്ന് പറയുന്ന ചെറു സ്ഥാപനത്തിൻ്റെ എങ്കിലും ലീഡറായിരിക്കും. പ്രകൃതിപരമായ തേട്ടങ്ങളോട് അപ്പപ്പോൾ പ്രതികരിച്ച് എന്ന് പറഞ്ഞാൽ അർത്ഥം മനുഷ്യൻ കുഞ്ഞുനാൾ മുതൽ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെ വളരുന്നു, വലുതാകുന്നു, ആവശ്യം വരുമ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ഘട്ടത്തിൽ അത് നടക്കുന്നു. അതുപോലെയുള്ള ഒരു ന്യായമായ ഘട്ടമാണ് വിവാഹം. അപ്പോൾ അയാൾ വിവാഹത്തിൽ ഏർപ്പെടുന്നു. വിവാഹത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് സന്താനങ്ങൾ. അപ്പോൾ ഇദ്ദേഹം ആ സന്താനങ്ങളുടെയും ഈ ഇണയുടെയും ചുമതലക്കാരനാകുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറ്റൊരു ലീഡർഷിപ്പും മറ്റൊരു ഉത്തരവാദിത്വവും ഒരു കമ്മിറ്റിയുടെയും ഒരു സ്ഥാപനത്തിൻ്റെയും ഒരു സംരംഭത്തിൻ്റെയും 4 ആൾ കൂടിയിട്ടുള്ള ഒരു 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയുടെ പോലും അമീറായിട്ടില്ലാത്ത ഒരാൾ, അയാളും ഒരു ലീഡറാണ്. അയാളുടെ കുടുംബം എന്ന് പറയുന്ന ചെറു സംവിധാനത്തിൻ്റെ ലീഡർ. കച്ചവട സ്ഥാപനം നടത്തുന്നയാൾ അയാളുടെ കീഴിലുള്ള എല്ലാവരുടെയും ലീഡറാണ്. അത് എൻ്റെ മായിഷത്തിനുള്ള എൻ്റെ ബിസിനസ് സംരംഭമല്ലേ, അതിലിപ്പോൾ അള്ളാഹ്ക്ക് എന്താ കാര്യം എന്ന് ചോദിക്കുന്നതിൽ ഇവിടെ അർത്ഥമില്ല. അതിനെപ്പറ്റിയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ ഈ റബ്ബിനെ കുറിച്ച് പഠിച്ചാൽ, ഈ റബ്ബിൻ്റെ അധ്യാപനങ്ങളെ കുറിച്ച് പിന്നെ പഠിച്ചാൽ, ഒന്നാമത്തെ നിമിഷം തന്നെ ഇയാളും റബ്ബും തമ്മിൽ തെറ്റും. മൊത്തം ജീവിതത്തെ കുറിച്ചാണ് റബ്ബ് സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ സംസ്കരിക്കാൻ ആവശ്യമായ പദ്ധതിയാണ് റബ്ബ് നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത്. ആ പദ്ധതിയാണ് നമ്മുടെ ജീവിത പദ്ധതി എന്ന് അംഗീകരിച്ചപ്പോഴാണ് നമ്മൾ മുസ്ലിമായത്. എങ്കിൽ ആ റബ്ബ് ഞങ്ങൾ തറവാട്ടുപരമായി തന്നെ കുറേ കാലമായി എൻ്റെ വാപ്പ ചെയ്തിരുന്ന ബിസിനസ്സാണ്. വാപ്പ മരിച്ച ശേഷം ഞാനാണ് നോക്കി നടത്തുന്നത്. ഇത്ര സ്റ്റാഫുണ്ട്, ഇത്ര സഹപ്രവർത്തകരുണ്ട്, ബിസിനസ്സിൽ ഇത്ര ആളുകൾ ഷെയർ ചേർന്ന് തന്നെ ലാഭനഷ്ട പങ്കാളിത്തത്തോടെ ഇത്ര ആളുണ്ട്, ഞങ്ങളുടെ ഈ കമ്പനിയിൽ തൊഴിലാളികളായിട്ട് ഇത്ര ആളുകളുണ്ട്. ഇങ്ങനെ ഉള്ള ഓരോന്നുണ്ടല്ലോ. അപ്പോൾ കുടുംബനാഥൻ എന്ന ലീഡർഷിപ്പ്, കമ്മിറ്റിയുടെ ചുമതലകൾ ഏൽപ്പിക്കപ്പെട്ട എന്ന ലീഡർഷിപ്പ്, സ്ഥാപനങ്ങളും സംരംഭങ്ങളും നടത്തുന്നതിൻ്റെ മുന്നിൽ നിർത്തപ്പെട്ടവൻ എന്ന നിലക്കുള്ള ലീഡർഷിപ്പ്, ഏത് ലീഡർഷിപ്പ് ആയാലും കൊള്ളാം. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഔദാര്യം, ഒരു കാരുണ്യം അതുണ്ടെങ്കിലേ നമുക്ക് മനുഷ്യന്മാരോട് മാന്യമായി പെരുമാറാൻ കഴിയൂ. അല്ലെങ്കിൽ 2 ആൾ ഒരു ദിവസം ഉച്ചവരെ യാത്ര ചെയ്താൽ മതി, അവർ തമ്മിൽ തെറ്റിപ്പിരിയും, ഒരു സംശയമില്ല. പിന്നെ അവർ ആജന്മ ശത്രുക്കളായി തീരും. ആ ഒരു 2-3 മണിക്കൂർ ഒന്നിച്ച് സഹവസിച്ചു എന്നതാണ് അവർ ചെയ്ത തെറ്റ്. അങ്ങനെ സംഭവിക്കും.
നേരെ മറിച്ച് നമുക്ക് ഈ അള്ളാഹു ഈ ആയത്തിൽ പറയുന്നത് പോലെയുള്ള വേറെയും ഒരുപാട് അധ്യാപനങ്ങളുണ്ട്. ഈ നിലപാടാണ് നമുക്കുള്ളതെങ്കിലോ, നമ്മളൊരു ട്രെയിനിൽ യാത്ര ചെയ്താൽ ആ ഒരു 2-3 മണിക്കൂർ ആ ട്രെയിനിൽ യാത്ര ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ആത്മബന്ധുക്കൾ ഉണ്ടാകും, ആത്മസുഹൃത്തുക്കൾ ഉണ്ടാകും. എന്താണ് നിലപാട്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം, വലൗ കുൻത ഫളൻ വലിയൽ ഖൽബ്. ഈ മനുഷ്യരിൽ ഈ 2 പ്രകൃതം ഉണ്ടാവും. ചില ആളുകൾ വളരെ പരുഷപ്രകൃതമുള്ളവരായിരിക്കും. പെട്ടെന്ന് ദേഷ്യം വരും, അവരങ്ങ് പൊട്ടിത്തെറിക്കും. വീട്ടിലോ യോഗത്തിലോ എവിടെയും. ആ വീട്ടിൽ മാത്രമല്ല, ആർക്കും ധൈര്യമായി ചൂടാകാവുന്ന പിന്നെ പൊട്ടിത്തെറിക്കാവുന്ന ഇടമാണ് വീട് എന്ന് തെറ്റിദ്ധരിച്ചിട്ടൊന്നുമല്ല. വീട്ടിൽ പറയുന്നതിനും ചെയ്യുന്നതിനും ഒക്കെ നാളെ റബ്ബിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും എന്നൊക്കെ മനസ്സിലാക്കുന്ന മനുഷ്യനാണെങ്കിലും അയാളൊരു ആയിരിക്കും ചിലപ്പോൾ. അങ്ങനെ ചില മനുഷ്യരുണ്ടാവും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ ഉണ്ടാവും ഇങ്ങനെ കണ്ണീരൊഴുട്ട് വരണേ. അങ്ങ് ചൂടാകേണ്ടിയിരുന്നില്ല എന്ന് കരുതിയിട്ട് അയാൾ തന്നെ ഉണ്ടാവും ഇങ്ങനെ സങ്കടപ്പെടുന്നു. ഇതൊരു മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ്. വേറെ ചില ആളുകളുണ്ടാവും സഹവാസത്തിലും പെരുമാറ്റത്തിലും ഒക്കെ വളരെ നല്ലതായിരിക്കും, വളരെ പരിഗണിക്കും മറ്റുള്ളവരോട്, തേനെ മാനേ എന്നുള്ള മട്ടിൽ വളരെ പാലൂറുന്ന സംസാരങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ കഠിന ഹൃദയനായിരിക്കും. ദുനിയാവിലെ മുഴുവൻ മനുഷ്യരും മരിച്ചു എന്ന് കേട്ടാലും മൂപ്പർക്ക് ഒരിറ്റ് കണ്ണീര് വന്നില്ല എന്നൊക്കെ വരും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഹൃദയ കാഠിന്യം, അദ്ദേഹത്തിൻ്റെ ഈ പ്രകടമായ സ്വഭാവ നൈർമല്യം ഉണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോകും. നേരത്തെ പറഞ്ഞ കഠിന ഹൃദയനായ മനുഷ്യൻ്റെ ആ കഠിന ഹൃദയനായതിൻ്റെ ആ പെരുമാറ്റത്തിൻ്റെ കാഠിന്യം അദ്ദേഹത്തിൽ തന്നെ പിന്നീട് തൊട്ടുടനെ വരുന്ന അലിവ് കൊണ്ട് അങ്ങനെ ഏറെക്കുറെ അഡ്ജസ്റ്റ് ചെയ്തു പോകും. ഇത് രണ്ടുമില്ല എന്ന് വിചാരിക്കുക ഒരാളെ കുറിച്ച്. ഒരാൾ കഠിന ഹൃദയനും പരുഷപ്രകൃതനുമാണെങ്കിലോ അയാളുടെ ഒപ്പം ജീവിക്കാൻ കഴിയില്ല. മൂപ്പര സീറ്റിലിരുന്നിട്ട് യാത്ര ചെയ്യാൻ പറ്റൂല കേട്ടോ. നിസ്കരിക്കുമ്പോൾ മൂപ്പര അടുത്ത് നിന്നിട്ട് സൊഫ് പൂർത്തീകരിച്ചിട്ട് മൂപ്പര അടുത്ത് നിന്നിട്ട് നിസ്കരിക്കാൻ തന്നെ പറ്റൂല. മൂപ്പരായിട്ടൊരു ഇടപാടും പറ്റൂല. ഇങ്ങനെ ആളുകൾ പറയും ആളുകളെ പറ്റി. അവിടെയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ടത്, ഈ പറയപ്പെടുന്ന ചെറുതോ വലുതോ ആയ നിരവധി അനവധി ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യുന്ന അവിടെ നമ്മളെക്കുറിച്ച് നമ്മുടെ കീഴിലുള്ളവർ അനുഭവിക്കുന്നത് എന്തായിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് എന്ത്? ഫഅഫു അൻഹും. അപ്പോൾ ഒരു ലീഡർ എന്ന നിലക്ക്, കുടുംബനാഥൻ എന്ന നിലക്ക് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന ആളുകൾക്ക് അവിടുത്തെ അതിൻ്റെ ഒരു ഡിസിപ്ലിൻ നമ്മുടെ സ്റ്റാഫ് സ്വീകരിക്കേണ്ടി വരും. വ്യവസ്ഥാപിതമായി അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുത്താൽ അതിനനുസരിച്ച് അവരെ കൊണ്ട് പണിയെടുപ്പിക്കേണ്ടി വരും. അതിലൊരു തെറ്റുമില്ല. ആ വ്യവസ്ഥ ലംഘിക്കുന്നവരോട് ചിലപ്പം നമുക്ക് അല്പം കടുത്ത ഭാഷയിൽ സംസാരിക്കേണ്ടി വരും. അതിലും തെറ്റില്ല. അത് അതാതിൻ്റെ അളവിലും തോതിലുമാണെങ്കിൽ, ന്യായത്തിൻ്റെയും തത്വങ്ങളുടെയും അടിസ്ഥാനത്തിലാണെങ്കിൽ. അല്ലാതെ എല്ലാവരോടും വിട്ടുവീഴ്ച നടത്താൻ തീരുമാനിച്ചാൽ ഒന്നും നടക്കൂല എവിടെ. പക്ഷെ എന്തു വേണം? ആളുകളോട് പെരുമാറുമ്പോൾ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ വലിയൽ ഖൽബി ലൻഫളു മിൻ ഹൗലിക് ഫഅഫു അൻഹും. അതുകൊണ്ട് വിട്ടുവീഴ്ചയുടെ നിലപാടെടുക്കണം. വീടുകളിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ പഠിച്ചു നോക്കൂ. ആ രണ്ടാളും വിട്ടുവീഴ്ച ചെയ്താൽ ഒന്നും സംഭവിക്കാൻ ഇടയില്ലാത്ത നിസ്സാരങ്ങളായ വിഷയങ്ങളിൽ ഒരു അണു അളവ് വിട്ടുവീഴ്ചക്ക് ഇരുപക്ഷവും തയ്യാറില്ല എന്ന് വരുമ്പോഴാണ് കലഹങ്ങളായി മാറുന്നത്. നമ്മൾ വീട്ടിൽ വെച്ചിട്ട് നമ്മുടെ വീട്ടുകാരിയെ അല്ലെങ്കിൽ മക്കളെ ആക്ഷേപിക്കേണ്ടി വരുന്ന പല സംഭവങ്ങളും നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ. നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ തീരുമാനിച്ചാൽ അതിലൊരു വർത്തമാനത്തിന് ഒരാവശ്യം ഉണ്ടാവില്ല. വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സിറ്റ് ഔട്ടിൽ കോഴി കാഷ്ടിച്ചിരിക്കുന്നു ഉദാഹരണത്തിന്. ഒരു കാര്യം എന്തായിരുന്നാലും ഉറപ്പാണ്, നമ്മുടെ ഇണയെ പറ്റിയുള്ള നമ്മുടെ ഉത്തമ ബോധ്യത്തിൽ അവൾ പ്രത്യേകമായി മുൻകൈയെടുത്ത് കോഴിയെ കൊണ്ടുവന്ന് ഈ സംഗതി ഇവിടെ സാധിപ്പിക്കാൻ ഏർപ്പാട് ചെയ്യും എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. എങ്കിൽ പിന്നെ അത് നമുക്കും എടുത്ത് നീക്കാവുന്നതാണ്, അവൾക്കും എടുത്ത് നീക്കാം, അത്രയേ ഉള്ളൂ. അവിടെ പിന്നെ ഒരു ഷൗട്ട്, അവിടെ പിന്നെ ഒരു സീന്, അവിടെ പിന്നെ ഒരു സംസാരം, അതിൻ്റെ ഒരു പ്രസക്തിയില്ല. അതേസമയം നിലപാടുകൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കേണ്ടി വരും. മൻ അഹബ്ബ ലില്ല വ അബ്ഗള ലില്ല വ അഅത ലില്ല വ മനഅ ലില്ല ഫഖദ് ഇസ്തഖ്ബലൽ ഈമാൻ. അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചു, അല്ലാഹുവിന് വേണ്ടി കോപിച്ചു,
അപ്പോൾ അള്ളാഹുവിൻ്റെ റിളയുമായി ഉടക്കുന്ന ഒരു വിഷയത്തിലാണ് നമ്മുടെ സഹധർമ്മിണിയുടെ ഒരു നിലപാടെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റൂല. അല്ലെങ്കിൽ സഹപ്രവർത്തകന്റെ നിലപാടെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റൂല. ആരുടെ നിലപാടും റബ്ബിന്റെ റിളക്കപ്പുറം, റബ്ബിന്റെ പ്രീതിക്കപ്പുറം അവനെ തൃപ്തിപ്പെടുത്തേണ്ടി വരികയാണ്. റബ്ബിനെ വെറുപ്പിച്ചിട്ടും ഇവന്റെ ഇഷ്ടം അങ്ങനെ പോകാൻ ഒരു വിശ്വാസിക്ക് കഴിയില്ല. പക്ഷെ നമ്മൾ അധികവും മുടക്കുന്ന പ്രശ്നങ്ങളൊന്നും റബ്ബിന്റെ റിളയുമായി ഏറ്റുമുട്ടുന്നത് കൊണ്ടുണ്ടാകുന്ന ഉടക്കലല്ല. നമ്മളുടെ ഈഗോയുടെ പ്രശ്നമായിട്ടുണ്ടാകുന്ന ഉടക്കലോ, നമ്മുടെ ദുരഭിമാനത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതോ, നമ്മുടെ പിടിവാശിയുടെ ഫലമായിട്ടുണ്ടാകുന്നതോ ആയ ഉടക്കലുകളാണ്. അതിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും. അതിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ എനിക്ക് സാങ്കേതികമായി ഇവളുടെ, അല്ലെങ്കിൽ സാങ്കേതികമായി ഇയാളുടെ, അല്ലെങ്കിൽ സാങ്കേതികമായി ആ സംഘത്തിൻ്റെ മേലെ ആധിപത്യം വേണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ നമുക്ക് നമുക്ക് ആരോഗ്യവും ആയുസ്സുമുള്ള കാലത്ത് നിലപാട് കടുപ്പിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ മേലെ, നമ്മുടെ മക്കളുടെ മേലെ, നമ്മുടെ കമ്മിറ്റിയുടെ മേലെ, നമ്മുടെ സംരംഭങ്ങളുടെ മേലെ നമുക്ക് ആധിപത്യം നേടാൻ പറ്റും. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒന്ന് പറ്റുമ്പോഴും ഈ ആളുകൾ നമ്മെ തേടി വരുന്നുകയും നമ്മളുടെ വാക്കുകൾക്ക് കാതോർക്കുകയും ചെയ്യണമെങ്കിൽ സാങ്കേതികമായി അവരുടെ മേലെ വരുന്നതിലല്ല, ശാസ്ത്രീയമായി അവരുടെ മനസ്സിൽ ഇടം നേടുന്നതിലാണ് എൻ്റെ വിജയം എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇത് സമീപനത്തിൽ വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ആയത്തിന്റെ പശ്ചാത്തലം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇവരെ അഭിപ്രായം പറഞ്ഞിട്ടാണ് ഈ കണ്ട അവസ്ഥയൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് അവരുടെ അഭിപ്രായത്തെ പിന്തുടർന്ന് മുന്നോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതിയിട്ട് ഒരു വിരോധം അവരോടുണ്ടാകരുത്. വിട്ടുവീഴ്ച ചെയ്യണം. വിട്ടുവീഴ്ച ചെയ്താൽ മാത്രം പോരാ, വസ്തഗ്ഫിർ ലഹും, താങ്കൾ കൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാലും പോരാ, പിന്നെന്ത് വേണം? വശാവിറുഹും ഫിൽ അംർ, മേലിലും അവരോട് കൂടി ആലോചിക്കണം. ആരോടായി പറയുന്നത്? അല്ലാഹുവിൻ്റെ റസൂലിനോട്. റസൂലിനെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ ഈ മൂല്യങ്ങളും ഈ മര്യാദകളും അനിവാര്യമാണെങ്കിൽ നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംരംഭങ്ങളും പദ്ധതികളും ഫലപ്രദമായി വിജയിക്കാനും ഈ മൂല്യങ്ങൾ അനിവാര്യമാണ് എന്ന് നമ്മൾ ഓർക്കണം. എന്നിട്ട് വിട്ടുവീഴ്ചയുടെ നിലപാട് സ്വീകരിക്കണം. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ എന്ന് ഖുർആൻ, ലാ തസ്തവിൽ ഹസനത്തു വലാ യസ്തവിൽ ഹസനത്തു വസ്സയ്യിഅ, നന്മയും തിന്മയും സമമാവുകയില്ല എന്ന പ്രസ്താവനയുണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ. അതുകൊണ്ട് ഏതിനെയും നന്മ കൊണ്ട് പ്രതിരോധിക്കണം. അങ്ങനെ പ്രതിരോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിടയിൽ ശാസ്ത്രവമുണ്ടായിരുന്ന, നിങ്ങളോട് ശത്രുതയിൽ വർത്തിച്ചിരുന്നവർ നിങ്ങളുടെ ആത്മമിത്രമായി മാറും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട്. അത് ഇതിനോട് ചേർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത് നമ്മളൊന്ന് പരിശോധിക്കണം. നമുക്ക് അധികാരമുള്ളിടത്ത് നമ്മൾ ആരാണ്? വേറൊരു അധികാര കേന്ദ്രത്തിൻ്റെ കീഴിൽ നമ്മൾ എന്ത് എന്നത് മാത്രമല്ല, നമുക്ക് അധികാരമുള്ളിടത്ത് നമ്മൾ ആരാണ്? നമ്മൾ അവസാന വാക്കാകുന്നിടത്ത് നമ്മുടെ നിലപാടും സമീപനവും എന്താണ്? നമ്മളുടെ ഇണകളോടെങ്ങനെയാണ്, നമ്മുടെ മക്കളോടെങ്ങനെയാണ്, നമ്മുടെ സഹപ്രവർത്തകരോടെങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. അവിടെ പാളിച്ചകളുണ്ടെങ്കിൽ അത് തന്നെ മതിയാകും നമ്മുടെ വഴി മുടക്കാൻ എന്ന് നിങ്ങൾ കാണണം. അതുകൊണ്ട് വിശേഷിച്ച് കുടുംബനാഥന്മാർ, അവരെ ഏൽപ്പിക്കപ്പെട്ട പ്രകൃത്യ അവരുടെ ചുമലിൽ വന്നു ചേർന്ന ഈ വലിയ ഉത്തരവാദിത്ത നിർവഹണത്തിൽ നമ്മളുടെ കുടുംബാംഗങ്ങളിലെ ഓരോരുത്തരും മനസ്സടുപ്പത്തോടെ എൻ്റെ കൂടെ ഉണ്ടാവണം എന്നതിലാവണം നമ്മുടെ സാമർഥ്യം. മനസ്സടുപ്പത്തോടെ അവരെ നമുക്ക് കിട്ടുന്നത് നമ്മൾ പലപ്പോഴും തോറ്റുകൊടുക്കുമ്പോഴായിരിക്കും. ഈ പിതൃത്വത്തിന് മാത്രമേ, അല്ലെങ്കിൽ മാതൃത്വത്തിന് മാത്രമേ തോറ്റുകൊടുക്കാൻ കഴിയൂ എന്ന് നിങ്ങൾ ഓർക്കണം. സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ, അത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ മുമ്പിൽ 2 സ്ത്രീകൾ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കേസുമായിട്ട് വന്ന കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ എന്തായാലും ഒരു കുട്ടി 2 ഉമ്മമാർക്കും കൂടി, 2 ഉമ്മാക്കും കൂടി ഒരു കുട്ടി എന്തായാലും ഉണ്ടാവില്ല എന്ന് ആർക്കും മനസ്സിലാവും. വിവരമൊന്ന് പരീക്ഷിക്കാൻ എന്താ ചെയ്തത്? കുട്ടീനെ മുറിച്ചിട്ട് 2 കഷ്ണാക്കിയിട്ട് 2 ആൾക്കും തരാം. അപ്പോൾ വ്യാജമായി മാതൃത്വം വാദിക്കുന്നവളെ സംബന്ധിച്ചിടത്തോളം മുറിയെങ്കിൽ മുറി, ഓൾക്ക് കിട്ടരുതെന്നേ ഇവൾക്ക് ആവശ്യമുള്ളൂ. മുറിയെങ്കിൽ മുറി, അത്രേ ഉള്ളൂ. ആരാ തോറ്റു കൊടുക്കുക? മുറിക്കണ്ട, നിങ്ങൾ ഓൾക്ക് കൊടുത്താളേ എന്ന് ആരാ പറയാ? കുട്ടിയുടെ ഉമ്മയാണ് പറയാ. അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്, മാതൃത്വത്തിന് മാത്രമേ തോറ്റു കൊടുക്കാൻ കഴിയൂ എന്ന്. ഇത് നമ്മൾ എപ്പോഴും ഓർക്കണം.
നമ്മൾ മറുകക്ഷിയായി തീരുന്ന തർക്കങ്ങളിൽ, നമ്മൾ മറുകക്ഷിയായി തീരുന്ന സംവാദങ്ങളിൽ, നമ്മൾ മറുകക്ഷിയായി തീരുന്ന പ്രശ്നങ്ങളിൽ, നമ്മൾ മറുകക്ഷിയായി തീരുന്ന ഒരുപാട് ഒടക്കലുകളിൽ തോറ്റുകൊടുക്കാൻ നമുക്ക് കഴിയും. എപ്പോൾ? നമ്മൾ ആ സംരംഭത്തെ നമ്മളെക്കാളേറെ സ്നേഹിക്കുമ്പോൾ, നമ്മൾ നമ്മുടെ കുടുംബത്തെ നമ്മളെക്കാളേറെ സ്നേഹിക്കുമ്പോൾ വീട്ടിൽ തോറ്റുകൊടുക്കാൻ കഴിയും. എല്ലാ തീരുമാനാധികാരവും നമ്മൾക്കായിരിക്കെ വീട്ടിൽ തോറ്റുകൊടുക്കുന്നു എന്നുള്ളത് ആ വീടിനെ മൊത്തം കയ്യിലെടുക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയായിരിക്കും. ആലോചിക്കേണ്ടതാണ്. കുടുംബത്തെക്കുറിച്ച് വേറെയും നമുക്ക് പറയാം. ഇപ്പൊ ഈ ഒരു ആശയം ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളൻ വലീലൽ ഖൽബി ലം ഫളു മിൻ ഹൗലിക് ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. അങ്ങനെ കൂടിയാലോചിച്ച് തീരുമാനിക്കാവൂ. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. തുടക്കത്തിൽ ഉദ്ധരിച്ചപ്പോൾ ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് എന്ന ഭാഗം വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിൽ തവക്കുലാക്കണം. അള്ളാഹു അവനിൽ ഭരമേൽപ്പിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. ആ അർത്ഥത്തിൽ നമ്മളുടെ ജീവിത നിലപാടുകളിലും ദൈനംദിന ഇടപാടുകളിലും ഏത് ദിശയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നത് അവലോകനം ചെയ്യണം. അബദ്ധങ്ങളുണ്ടെങ്കിൽ തിരുത്തണം. തിരുത്തുന്നതിൽ ഒരു പരാജയവുമില്ല. അതാണ് വിജയത്തിൻ്റെ വഴി എന്ന് കാണണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മേൽ വന്നു ചേർന്ന എന്തൊക്കെ ചുമതലകളുണ്ടോ അതൊക്കെ നാളെ ആഖിറത്തിൽ നമുക്ക് ഭാരമാവാത്ത വിധം, അത് നമുക്ക് സ്വർഗത്തിലേക്കൊരു വഴിയാകുന്ന വിധം നിർവഹിക്കുവാൻ നാഥ ഞങ്ങളെ നീ തുണക്കണേ റബ്ബേ. പടച്ചവനെ, പലതരത്തിലുള്ള പ്രശ്നങ്ങളുമുള്ളവർ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യാറുണ്ട്. റഹ്മാനും റഹീമുമായ റബ്ബേ, അവരുടെയൊക്കെ ശാരീരികമായ, സാമ്പത്തികമായ, മാനസികമായ എന്തൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളുമാണോ ഉള്ളത് അതൊക്കെ നീ ദൂരീകരിച്ചു കൊടുക്കണേ റബ്ബേ. ഞങ്ങളിലെ രോഗികൾക്ക് നീ ശിഫ നൽകണേ നാഥ. ഞങ്ങളിൽ നിന്ന് നീ തിരിച്ചു വിളിച്ചവർക്കൊക്കെയും നിന്റെ സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പലസ്തീനിലെ ജനതയുടെ പതിതാവസ്ഥകൾ കണ്ടു നിൽക്കാനും കഴിയുന്നതിനപ്പുറമാണ് റബ്ബേ. അവർക്ക് നീ സഹായം നൽകണേ നാഥ. ആ ജനത വളരെയേറെ ദുർബലരാണ് റബ്ബേ. അവരെ നീ ശക്തിപ്പെടുത്തണേ നാഥ. അവർ അങ്ങേയറ്റം വിശക്കുന്നവരാണ് റബ്ബേ. അവർക്ക് നീ വിശപ്പിന് പരിഹാരമുണ്ടാക്കി കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, അവർ ഉടുതുണിക്കും മറുതുണിയില്ലാത്തവരാണ്. അവർക്ക് ആവശ്യമായ വിഭവങ്ങൾ നൽകണേ നാഥ. അവരോട് ഈ കൊടും ക്രൂരതകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ലോക സമൂഹത്തിന് തന്നെ എക്കാലത്തും പാഠമാകുന്ന വിധം നിന്റെ ഒരിടപെടൽ കാരണം ഒരു സഹായം, പ്രസ്താവ്യമായ ഒരു സഹായം നീ നൽകണേ അല്ലാഹ്. അഖൂലു ഖൗലി ഹദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.